അപ്പോൾ നമ്മൾ എന്നുള്ളത് അഹല്യയുടെ സ്കൾപ്ചറൽ പാർക്കാണ്. അഹല്യ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയുള്ളൊരു ഫെസിലിറ്റിയാണിത്. അപ്പോൾ ഒട്ടുമിക്ക പരിപാടികളും ഇവിടെ തന്നെ നടക്കാറ്. ഓപ്പൺ സ്റ്റേജൊക്കെ അടിച്ച്. അഹല്യ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. ഇവർക്ക് വേണ്ട കരണ്ടും വെള്ളമൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൂടാണ്ട് നെൽകൃഷിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു മ്യൂസിയം പോലെ അവർ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്കൊന്ന് ചെറിയൊരു കറക്കം കറങ്ങിയിട്ട് വരാം. ശരിയാക്കാം. ഈ ക്യാമ്പസിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പോണത്. പാറമടയുടെ മേളിലോട്ടൊക്കെ കയറി പോകുന്ന ഇവിടത്തേക്ക് എന്താ പരിപാടി എന്ന് പറയുന്നത്? എന്താ അനന്തശേനം. ഇതെന്താ സംഭവം? കണ്ടിട്ട് അമ്പലം പോലെ ഉണ്ടെങ്കിലും അമ്പലമൊന്നുമില്ല കേട്ടോ. തൊഴിയൊന്നും വേണം. പേരാലടി കേൾക്കണം നല്ലതാന്ന് പറയണം. നല്ല ഓക്സിജൻ റിച്ച് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ പരിപാടിയുടെ സ്റ്റേജും ഈവൻസൊക്കെയാണ്. ആര്യദയാലാണ് പാട്ടുപാടാൻ വന്നത്. അപ്പോൾ ഇവിടെ വൈകുന്നേരം ഇങ്ങനെ ഇതുപോലെ ചുറ്റി നടന്ന് കറങ്ങി നടക്കാനുള്ളൊരു ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഇതാരാ ഇത്? ഇവിടെ എല്ലാത്തിനും താഴത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്ന്. ഇതാരാണ്? കിരാതന മനുഷ്യരും പിന്നെയും പൊടിമഴ. അതാ പാറമടയുടെ കൂടെ അത് ഇങ്ങനെ കൊത്തി വെച്ചേക്കണല്ലേ. സാവിത്രി. നമുക്ക് മഴ മുറുകണതിന് മുമ്പ് താഴത്തോട്ട് പോകാൻ. കാര്യം സാവിത്രിയൊക്കെ ഇതെൻ്റെ തത്തമ്മല്ലേ? ഫുള്ള് സാവിത്രിയാണല്ലോ തീം. സത്യവാൻ സാവിത്രി. ഇവിടെ എന്തോ ഉള്ളിലെന്തോ വർക്കുകളാണ് കണ്ടത്. പിള്ളേരുടെ പെയിൻറ്റിങ് കോമ്പറ്റീഷനാണ്. ഇപ്പോൾ പാറമടയിലെന്തോ അതുകൊണ്ട് എന്താ ഫോട്ടോ എടുക്കണം. പിന്നെ നല്ല കാറ്റല്ലേ, നല്ല തണുപ്പുണ്ട്. അത് ഇവന്മാർ മരങ്ങളൊന്നും അധികം മുറിച്ചിട്ടില്ലല്ലേ. ഉള്ള മരങ്ങളൊക്കെ പിന്നെ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയേക്കണത്. മരങ്ങളുടെ ഇടക്കൊക്കെ ഒരു ഇതൊക്കെ വെച്ച്. ഇത് ഇവിടെ ക്യാമ്പസ് ടൂറിന് വന്നിരിക്കുന്ന ആൾക്കാരെ മാറിയൊന്നും വേണ്ട. അത്ര സ്ഥലമില്ലേ ഇവിടെ ആൾക്കാരൊക്കെ ഇതുണ്ട്. ഇതിന് ഫ്രീ ആയിട്ട് ക്യാമ്പസ് ടൂറിന് വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകും വണ്ടിയിൽ. അത് ബാറ്ററി ഓപ്പറേറ്റഡാ. അന്നേരം മറ്റേ പുകയും മലിനീകരണമൊന്നുമില്ല. ഇവര് പാറമട ഇവിടെ ഫുള്ളതാ തീമതാ. നേച്ചറിന് മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യണം ഉള്ളൊരു തീമിലാണ് ഉണ്ടാക്കിയേക്കുന്നത്.
അവിടെ നമ്മൾ അപ്പം അതാ പറയുടെ പോയിട്ട് ഇത് മറ്റേ പാറ, കല്ലൂർ കടമ്പാറ. ഈവനിങ് അല്ലെങ്കിൽ ഇവിടെ വേറൊരു വൈബുണ്ട്. രാത്രി ഇത് തുറന്നു കയറാം. എന്തിനു കിളികളുടെ സൗണ്ട് പിന്നെ എപ്പോഴും ഉണ്ടാവും ഇവിടെ. ഇതൊക്കെ എന്താ ഇവർ ഉദ്ദേശിച്ചേക്കണെന്ന് പോലും മനസ്സിലാവണില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അഹല്യ ക്യാമ്പസിലെ സ്കൾപ്ചറിൻ്റെ വിശേഷങ്ങൾ. ഞങ്ങളപ്പോൾ തിരിച്ച് പ്രോഗ്രാം കാണാൻ പോവുക. ബാക്കി നമുക്ക് അതിൽ കാണാം. ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അഹല്യ ക്യാമ്പസിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാം.